നമസ്കാരം. ഞാൻ ഇന്നിവിടെ മോര് കാച്ചിയതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് മോരാണ്. ഇത് അത്യാവശ്യം പുളി വേണം. അപ്പോൾ നമുക്കിനി ഇത് മിക്സർ ജാറിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മളിവിടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മോര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് എന്താ പറയുക, ഒരു 1/4 ടീസ്പൂൺ ഇല്ല കേട്ടോ, നുള്ളു മതിയാവും, നുള്ളു മതി കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടിച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു കടുക്, ഒരു നുള്ളു ജീരകം, ഒരു വറ്റൽമുളക് ഇട്ടാൽ അത്രേ എടുത്തിട്ടുള്ളൂ. കാരണം ഒരു ഗ്ലാസ് മോരായതുകൊണ്ട് ഇത്രേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിനി ഇതിലിടുന്നത് ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ഇതിലിടുന്നത്. ഇതൊരു ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വന്നു കഴിഞ്ഞാൽ ഇതാ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇടുന്നത് സവോളയാണ് കേട്ടോ. ചെറിയൊരു സവോള, അധികം വലിപ്പമുള്ള വേണ്ട, ചെറിയൊരു സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി ഒന്ന് വഴന്ന് വരണം. അപ്പോൾ ഇത് നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മോരൊഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതിൽ ഉപ്പൊക്കെ നോക്കട്ടെ. ഉപ്പൊക്കെ പാകമാണ്. ചെറുതായിട്ടൊന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പം ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടില്ല, പക്ഷെ തിളയ്ക്കണ്ട, നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ മോര് കാച്ചിയത് ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോര് കാച്ചിയതൊക്കെ ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.